Hi all. So today what we are going to see is namespaces in XML. That is namespaces. So namespaces എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള first we will see, and then we will go to how to create namespaces in XML document. So namespaces are mainly used to remove naming conflicts. Naming conflicts avoid ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ namespaces യൂസ് ചെയ്യുന്നത് XML. And what exactly this naming conflicts is. So we'll see with an example here. So here I have a XML table called employee. ഇവിടെ നമ്മൾ കാണുന്ന ഒരു employee എന്ന് പറഞ്ഞൊരു XML table ആണ്. So XML table ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ employee എന്ന് പറഞ്ഞ XML table XML table, I'm giving some information. So the root element that we have here in the XML is employee, and inside that I have a child element like personal information, employee ID, section ID, name, personal info, employee ID. അതേപോലെ മൂന്ന് ഡീറ്റെയിൽസ് ഉള്ള ഒരു XML പേജ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ I have another XML page called section എന്ന് പറഞ്ഞൊരു XML പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷനകത്ത് നോക്കിയാലും യു ഹാവ് യു റൂട്ട് എലമെൻറ്റ് ആസ് സെക്ഷൻ ആൻഡ് ചൈൽഡ്, ബട്ട് സെക്ഷൻ ഐ ഡി എന്ന് പറഞ്ഞ ഒരു ടാഗ് ഉണ്ട്, സെക്ഷൻ നെയിം എന്ന് പറയുന്നൊരു ടാഗ് ഉണ്ട്. സോ ഈ മൂന്ന് ടാഗുകൾ വെച്ച് വി ഹാവ് അനദർ XML ഫയൽ കോൾ സെക്ഷൻ. സോ മെയിൻലി ദർ ആർ ടു ഫയൽസ്, ദാറ്റ് ഇസ് employees.xml ആൻഡ് section.xml. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ രണ്ട് XMLലും കോമൺ ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് ടാഗ്സ് ഉണ്ട്. ദാറ്റ് ഇസ് സെക്ഷൻ ഐ ഡി എന്ന് പറയുന്ന ടാഗ് employee.xml ഉണ്ട്, സെക്ഷൻ ഐ ഡി എന്ന് പറയുന്നത് section.xml-നകത്തും ഈ ഒരു ടാഗ് ഉണ്ട്. അതേപോലെ നെയിം എന്ന് പറയുന്ന ടാഗ് എംപ്ലോയി എന്ന് പറഞ്ഞ XML-ലും ഉണ്ട്, നെയിം എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്ന XML ടാഗിലും ഉണ്ട്. സോ തിങ്ക് ഓഫ് എ സിനാരിയോ ലൈക്ക് എനിക്ക് ഈ രണ്ട് XML ഡോക്യുമെൻറ്റേയും മെർജ് ചെയ്ത് ഐ വോണ്ട് ടു സെൻഡ് ടു സം അതർ പ്ലേസസ്. XML-ലെ രണ്ട് XML ഡോക്യുമെൻറ്റിനെയും മെർജ് ചെയ്ത് I want to send to some other place. So അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാവും. ലൈക്ക് ദർ ഇസ് സംതിങ് കോൾഡ് ടാഗ് നെയിമുകൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ എടുത്ത് ഈ ഒരു പേജിനകത്തോട്ട് ഇടുക എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ടാഗ്സ് ഉണ്ട്. പക്ഷേ ഈ രണ്ട് ടാഗ്സും രണ്ട് XML ഫയലിൻ്റെ ടാഗ്സ് ആണ്. ചിലപ്പം സെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനിയുടെ സെക്ഷൻ ആയിരിക്കും, ഇവിടുത്തെ എംപ്ലോയി എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനിയുടെ എംപ്ലോയി ഡീറ്റെയിൽസ് ആയിരിക്കും. സോ ഈ രണ്ടെണ്ണത്തിനെയും മെർജ് ചെയ്ത് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നെയിമിംഗ് കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യണം. സോ വാട്ട് വി വിൽ ഡു ഇസ്, നമ്മൾ ഈ XML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ വി വിൽ ക്രിയേറ്റ് സം നെയിം സ്പേസസ് ഫോർ ദിസ് പർട്ടിക്കുലർ XML ഡോക്യുമെൻറ്റ്. സോ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വി ആർ ഗോയിങ് ടു സീ. സോ ഇപ്പോൾ എംപ്ലോയി എന്ന് പറയുന്ന XML ഡോക്യുമെൻറ്റിൽ we are going to create a namespace which would separate, അല്ലെങ്കിൽ ഒരു യുണീക്ക് ഐ ഡി നമ്മൾ ഈ എംപ്ലോയി എന്ന് പറഞ്ഞ XML-ന് കൊടുക്കുകയാണ്. ആ ഐ ഡി വെച്ച് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു XML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ എങ്ങനെ നമുക്ക് നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ എംപ്ലോയിയുടെ റൂട്ട് എലമെൻറ്റിൻ്റെ ഇവിടെയായിട്ട് ഫസ്റ്റ് കീവേഡ് ദാറ്റ് യു വിൽ യൂസ് XML-NS എന്ന് വെച്ചാൽ XML നെയിം സ്പേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു കോളൻ സിമ്പിൾ ഇടുക. കോളൻ സിമ്പിൾ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ഐ ഡി ആണോ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് EMP എന്ന് പറയുന്ന ഒരു യുണീക്ക് ഐ ഡി ആണ് നമ്മളുടെ ഈ ടാഗുകൾക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് എ നെയിം സ്പേസ് ദാറ്റ് ഐ എം ഗോയിങ് ടു യൂസ്, EMP. കൂടാതെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ എംപ്ലോയി എന്ന് പറയുന്ന ഡീറ്റെയിൽസിനെ കുറിച്ച് ഇഫ് യു ആർ റൈറ്റിംഗ് സംതിങ് ലൈക്ക്, ഇവിടെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കൊടുക്കാം. ഒന്ന് URL കൊടുക്കാം, അല്ലെങ്കിൽ URN കൊടുക്കാം, അല്ലെങ്കിൽ URL എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ എംപ്ലോയി കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്ന വെബ്സൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രൊവൈഡ് ഇറ്റ് ഹിയർ. ഇത് കൂടാതെ URN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ സ്പെസിഫൈ ചെയ്യാം. ഇവിടുത്തെ URN എന്ന് പറഞ്ഞാൽ URN എഴുതുമ്പോൾ യു ഹാവ് ടു പുട്ട് URN കോളൻ ആൻഡ് ദെൻ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന എംപ്ലോയി ഡീറ്റെയിൽസ് ആയതുകൊണ്ട് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് എഴുതുന്നു. ദാറ്റ് മീൻസ് ഈ പേജിലെ ഈ നെയിം സ്പേസ് വെച്ച് എഴുതുന്ന ഏത് ടാഗും എന്ന് പറഞ്ഞാൽ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേര് വേണമെങ്കിലും കൊടുക്കാം. എംപ്ലോയി ഡീറ്റെയിൽസ്, ഇഫ് ഐ എം ഗിവിങ് എ കമ്പനി നെയിം ലൈക്ക് TC ടെക് വേൾഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ലൈക്ക് ദിസ് ഇസ് ദ URN നെയിം. ഇത് ഈ പർട്ടിക്കുലർ ID ഏത് നെയിം സ്പേസ് ഏത് കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് യു ക്യാൻ പ്രൊവൈഡ്. ഇതിന് പകരം ഈ കമ്പനിയുടെ തന്നെ യു ക്യാൻ പുട്ട് സം
put some links, അതായത് URL വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. http:// ഞാൻ ഗൂഗിൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഗൂഗിൾ സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വി ക്യാൻ ഗിവ് ദി URN ഹിയർ. സോ മെയിൻലി ഇവിടെ ഞാൻ തൽക്കാലം URN ആണ് യൂസ് ചെയ്യുന്നത്. URN യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ URN:employee details. കമ്പനിയുടെ പേര് ഞാൻ കൊടുക്കുകയാണ് ടെക് വേൾഡ്. സോ ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ലൈക്ക് ഈ ടാഗ് EMP എന്ന് പറയുന്ന ടാഗ് ഈ URN-ൻ്റെ ആണ്. URN-ൻ്റെ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടാഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ XML ഡോക്യുമെൻറ്റിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടാഗുകളിലും ഈ നെയിം സ്പേസ് വെച്ച് വേണം എഴുതാൻ. നെയിം സ്പേസ് വെച്ച് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ടാഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ യു ഹാവ് ടു പുട്ട് ദാറ്റ് ID. EMP ആണ് എൻ്റെ ID. അത് കോളൻ അടിക്കണം. കോളൻ അടിച്ചിട്ട് വേണം നമ്മൾ ടാഗ് പ്രൊവൈഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഇഫ് യു ഹാവ് ഈ എംപ്ലോയി ID എന്ന് പറഞ്ഞ ടാഗ് ആണെങ്കിൽ എഗെയിൻ വി ആർ പുട്ടിങ് EMP. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. EMP ഇവിടെയും നമ്മൾ EMP കൊടുക്കണം. എല്ലായിടത്തും ഏതൊക്കെ ടാഗുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ടാഗുകളുടെ അവിടെ എല്ലാം വി ഗിവ് ദാറ്റ് ID. പേഴ്സണൽ ഇൻഫോ. സോ നമ്മൾ നെയിം സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതിനു വേണ്ടിയാണ്. സോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ ID എന്ന് പറഞ്ഞാൽ നെയിമിംഗ് കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു ടാഗാണ്. ആ ടാഗിന് പകരം വി ആർ യൂസിങ് ദിസ് തിങ്. ഈ ടാഗ് സെക്ഷൻ ID എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടാഗ് ഓഫ് ദിസ് നെയിം സ്പേസ്. ഈ നെയിം സ്പേസിൻ്റെ ഡീറ്റെയിൽസ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ഹിയർ. ഈ ടെക് വേൾഡിലെ ഉള്ളതായിരിക്കും. അല്ലെങ്കിൽ യു ക്യാൻ ഗിവ് ദി URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ വെച്ച് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. നോ പ്രോബ്ലം. സോ ഇതാണ് എംപ്ലോയിയുടെ കേസിൽ വി ഹാവ് ക്രിയേറ്റഡ് വൺ നെയിം സ്പേസ്. ഇതേപോലെ സെക്ഷൻ്റെ കേസിൽ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ നെയിം സ്പേസ്. നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ XML നെയിം സ്പേസ് കോളൻ ഇവിടെ sec എന്നാണ് ഞാൻ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഞാൻ കോപ്പി ചെയ്യുന്നു. XML വി ആർ പുട്ടിങ് ഇറ്റ് ഹിയർ. ഇവിടെ ഞാൻ കൊടുക്കുന്ന ID എന്ന് പറഞ്ഞാൽ sec എന്നാണ്. sec ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ എംപ്ലോയി ഡീറ്റെയിൽസ് ഓഫ് അല്ലെങ്കിൽ സെക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. സെക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് സം അതർ ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സെക്ഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അല്ലെങ്കിൽ ഐ ക്യാൻ ഗിവ് എ വെബ്സൈറ്റ് ഹിയർ. സോ ഈ ലിങ്ക് കൊടുക്കുമ്പോൾ വി ആർ ഗോയിങ് ടു ഹാവ് ഈ ടാഗുകളെല്ലാം നമ്മൾ നെയിം സ്പേസ് ചെയ്യണം. ടാഗിന് നെയിം സ്പേസ് ചെയ്യുന്നത് sec കോളൻ എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്ത് എല്ലാ ടാഗുകളിലും പ്രൊവൈഡ് ചെയ്യുക. സോ മാക്സിമം ID നെയിം സ്പേസ് ID കൊടുക്കുമ്പോൾ യുണീക്ക് IDs പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ നെയിം കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള IDs വേണം പ്രൊവൈഡ് ചെയ്യാൻ. സോ ദാറ്റ് ഇസ് വാട്ട്. ഇവിടെയും നമ്മൾ അങ്ങനെ സെക്ഷൻ വെച്ചിട്ട് വി ഹാവ് ക്രിയേറ്റഡ് സം ഡേറ്റ ഹിയർ. സോ ഇനി എനിക്ക് ഈ രണ്ട് ടേബിളിനെയും കൂടെ മെർജ് ചെയ്യാൻ വേണ്ടി ഐ ഹാവ് എ ടേബിൾ കോൾ ഫൈനൽ എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദാറ്റ് ഇസ് യു ആർ ഹാവിങ് എംപ്ലോയി IDയുടെ കൂടെ നമ്മൾ ആ നെയിം സ്പേസ് കൂടെ വെച്ചാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം വേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ക്രിയേറ്റ് ദ റൂട്ട് എലമെൻറ്റ്. റൂട്ട് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ടാഗിൻ്റെ ഇതാണ് എൻ്റെ റൂട്ട് എലമെൻറ്റ്. ഈ റൂട്ട് എലമെൻറ്റിൻ്റെ അകത്തോട്ട് വി ഹാവ് ടു ഇൻക്ലൂഡ് ദി നെയിം സ്പേസസ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടേബിളിൻ്റെ നെയിം സ്പേസസ് ഉണ്ട്. നമ്മളിവിടെ രണ്ട് ടേബിളിൻ്റെ നെയിം സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റും EMPയും. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ലിസ്റ്റ് അല്ല, വി ആർ യൂസിങ് EMP sec. അത് കൂടാതെ ഈ ടേബിളിൽ ഐ എം ആഡിങ് സം മോർ ഡീറ്റെയിൽസ് ലൈക്ക് പേഴ്സണൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽ. അപ്പം വി ഹാവ് മൂന്ന് നെയിം സ്പേസസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. EMP എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയി എന്ന് പറയുന്നതിൻ്റെ നെയിം സ്പേസ്. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് ദാറ്റ് നെയിം സ്പേസ് ഇൻ ദിസ്. ആ നെയിം സ്പേസ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ഈ EMP ഏതിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു ഡു സെക്ഷൻ്റെ നെയിം സ്പേസ് വി ഹാവ് ടു ഇൻക്ലൂഡ് ഇറ്റ് ഹിയർ. സോ സെക്ഷൻ്റെ നെയിം സ്പേസും ഇതിൽ സ്പേസ് ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ ഇടയ്ക്ക്. ഇനി കൂടാതെ നമ്മൾ ഈ എംപ്ലോയീസിന് വേണ്ടിയും നമ്മൾ ഈ പർട്ടിക്കുലർ ഈ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന XMLൻ്റെ നെയിം സ്പേസ് യൂസ് ചെയ്യണം. നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ നെയിം സ്പേസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ഈസ് സംതിങ് വിത്ത്
ഡീറ്റെയിൽസ്. സോ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾ ദീസ് തിങ്സ് ലിസ്റ്റിനകത്ത് എംപ്ലോയി ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു ടാഗ് ഇല്ല. സോ ദാറ്റ്സ് വൈ എറർ. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടാഗുകൾ ഈ രണ്ട് ടേബിളിലെയും കണ്ടൻസിനെ നമ്മൾ മെർജ് ചെയ്ത് ഐ എം ക്രിയേറ്റിംഗ് എ ന്യൂ XML ടേബിൾ വിച്ച് ഫ്രം വേർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈ സെക്ഷൻ ഈ നെയിം സ്പേസ് വെച്ചിട്ട് സെക് എന്ന് പറയുന്ന നെയിം സ്പേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെക്ഷൻ ഡീറ്റെയിൽ ഓഫ് ദിസ് പെർട്ടിക്കുലർ റീജിയൻ. സോ ഇപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ പല ടേബിൾസ് ഉണ്ടെങ്കിൽ, പല ടേബിൾസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഡീറ്റെയിൽസ് ഉള്ള ടേബിൾ, എംപ്ലോയി ഡീറ്റെയിൽസ് ഉള്ള ടേബിൾ, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ടേബിൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം മെർജ് ചെയ്യുമ്പോൾ നോർമലി വി ക്യാൻ ഗോ ഫോർ namespaces. So namespaces are used to remove naming conflicts inside XML document. That is, when you merge two or more XML documents, there are chances that you can have naming conflicts. അപ്പം ഇതുപോലെ നമ്മൾ ടേബിൾ HTML ടേബിൾ ഉള്ള പാർട്ട് എടുത്ത് നമ്മൾ XML ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടേബിൾ വെച്ചിട്ട് വേറെ ഫർണിച്ചർ ഡീറ്റെയിൽസ് ഉള്ള ഒരു XML എടുക്കുകയാണെങ്കിൽ രണ്ടിലും ടേബിൾ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ടാകും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു make these two tags unique by using namespaces. So this is how we are going to create namespaces. Namespaces എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ XML_ns then the namespace that you are going to use and then the details. So ഇവിടെ URL ആണ്, ഇതല്ലെങ്കിൽ you can go for URLs, http dot നിങ്ങൾക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ you can go for URI എന്ന് പറഞ്ഞാൽ നിങ്ങൾ FTP ഫോൾഡർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can give that link also there. So this is how we are creating namespaces in HTML document. Thank you.